നമ്മുടെ വീടുകളിലൊക്കെ ഈ സിങ്കിൻ്റെ ഒരു ലീക്കേജ് ഭയങ്കര ഒരു പ്രശ്നം തന്നെയാണ്. നമ്മൾ എത്ര വില കൊടുത്ത് മേടിച്ച് സ്ലാബ് ഇട്ട് കഴിഞ്ഞാലും ചിലപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടിയൊക്കെ ലീക്ക് അടിക്കും. ഇതിനൊരു ചെറിയൊരു പരിഹാരമുണ്ട്. നല്ല രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് നല്ല രീതിയിൽ തന്നെ എഫക്റ്റ് ചെയ്യും ഈ ഒരു ചെയ്യുന്നൊരു കാര്യം. നമ്മൾ സാധാരണ എല്ലാവരും ചെയ്യുന്നത് സിങ്കിൻ്റെയൊക്കെ സൈഡിൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് കാണിച്ചു തരാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എന്താണെന്നുള്ളത്. ഈ ഒരു സിങ്ക് വെച്ചിരിക്കുന്ന ഒരു രീതി കണ്ടാൽ മതി. ഈ ഒരു സിങ്ക് വെച്ചിരിക്കുന്നത് ഈ സ്ലാബിൻ്റെ ലെവലിൽ തന്നെയാണ്. എല്ലാവരും ഇങ്ങനെ തന്നെയാണ് വെക്കണമെന്ന് നോക്കണം. പുതിയതായിട്ടൊക്കെ ചെയ്യുമ്പോഴത്തേക്കും കുറേ മോഡിഫിക്കേഷൻസ് ഒക്കെ വന്നിട്ടുണ്ടാവും. പക്ഷെ നമ്മളിത് കുറേ കാലങ്ങൾക്ക് മുന്നേ വെച്ചത് കൊണ്ടിട്ട് നമുക്കിത് ഓൾട്ടറേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്ന ഒരു കണ്ടീഷൻ തന്നെ വെച്ചിരിക്കുന്നത്. മുന്നേയുള്ള കാലങ്ങളിലൊക്കെ ഇതുപോലെ MCയിലൊക്കെ വെച്ചിട്ടാണ് ഇതിൻ്റെ ഗ്യാപ്പുകളൊക്കെ ഫില്ല് ചെയ്യുന്നത്. പക്ഷേ അത് കുറേ കഴിയുമ്പോഴത്തേക്കും നമുക്ക് സിങ്കിൻ്റെ ഈ പാത്രം കഴുകുന്ന ഭാഗത്ത് നിന്ന് എല്ലായിടത്തും നല്ല രീതിയിൽ ലീക്ക് വരും. ഈ ലീക്കിന് നമുക്കൊരു സൊല്യൂഷൻ ഉണ്ട്. അത് ചെയ്തില്ലെങ്കിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിങ്കിൻ്റെ താഴെയായിട്ട് കണ്ടില്ലേ, കംപ്ലീറ്റ് പെയിൻറ്റും എല്ലാം നല്ല വൃത്തികേടായിട്ട് പോകും. മൊത്തം താഴത്തൊക്കെ ഫ്ലോറിൽ എല്ലായിടത്തും വെള്ളം വരും. ഇങ്ങനെയുള്ളൊരു പ്രശ്നങ്ങൾ ഇങ്ങനെ സിങ്ക് വെച്ചാൽ നമുക്ക് ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതിനിപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പഴയ MCയിൽ ആദ്യം തന്നെ ഇളക്കി കളയണേന്, കംപ്ലീറ്റ് ഇളക്കി കളഞ്ഞതിന് ശേഷം നമ്മൾ അതിൻ്റെ പുറത്തേക്കാണ് നമ്മൾ ഈ ഒരു കോമ്പൗണ്ട് ഉപയോഗിച്ചിട്ടത് സീൽ ചെയ്യാൻ പോകുന്നത്. ഇതിനേക്കാളും നല്ല എന്തെങ്കിലും മെത്തേഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ച് നല്ലതായിരിക്കും. മറ്റുള്ളവർക്കും ഇത് കുറച്ചുകൂടി ഉപകാരപ്പെടും. ഇത് ആദ്യമേ തന്നെ കംപ്ലീറ്റ് ഇളക്കി കളയുന്നതാണ് ഈ കാണുന്നത്. കംപ്ലീറ്റ് പഴയ MCയിലിനെ മൊത്തം പൊളിച്ച് കളയണം. പൊളിച്ച് കളഞ്ഞിട്ടാണ് നമുക്ക് ഈ പറയുന്ന കോമ്പൗണ്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെയും ചിലപ്പോൾ നമ്മൾ MCയിൽ വെച്ചാൽ താൽക്കാലികമായിട്ടാണ് ഇത് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. നല്ല രീതിയിൽ വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. പഴയ MCയിലെല്ലാം വലിച്ചു കളഞ്ഞു. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ഫില്ലിംഗ് എല്ലാം ചെയ്യുന്നില്ല. തൽക്കാലം അതിനകത്ത് ഫില്ലിംഗ് ഉണ്ട്, അതുകൊണ്ട് ഫില്ല് ചെയ്യുന്നില്ല. ഇതുപോലെ നല്ലൊരു വൃത്തിയായിട്ടുള്ള പാത്രം എടുക്കുക. ഇതാണ് നമുക്ക് വേണ്ടത്. അഴുക്കൊന്നും പാടില്ല ഇതിനകത്ത്. ഫസ്റ്റ് തന്നെ ഹാർഡനറാണ് നമ്മൾ ചേർക്കുന്നത്. നമ്മുടെ അറാൾഡേറ്റൊക്കെ പോലെ തന്നെ 2 കോമ്പൗണ്ടാണ് ഉപയോഗിക്കുന്നത്. ഇതിനെ പറയുന്ന പേര് അപ്പോക്സി എന്നാണ്. അപ്പോക്സിയാണ് നമ്മൾ ഈ 2 കോമ്പൗണ്ടും കൃത്യമായിട്ട് മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇതിനകത്തേക്ക് അപ്ലൈ ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ അത് ടൈലിൻ്റെ അനുസരിച്ചിട്ടുള്ളൊരു കളറും കൂടി നമ്മളിതിനകത്ത് ആഡ് ചെയ്യും. 2 കോമ്പൗണ്ടും കൃത്യമായിട്ട് മിക്സ് ചെയ്യുക നല്ല രീതിയിൽ. എന്നാൽ മാത്രമേ ആ കറക്റ്റായിട്ട് ഒട്ടി നിൽക്കുള്ളൂ, അല്ലെങ്കിൽ ചിലപ്പോൾ ഇളകി പോരാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ആവശ്യമുള്ള കളർ ചേർക്കാം. ബ്ലൂവോ ബ്ലാക്കോ നമ്മുടെ കയ്യിലുള്ള കളർ അനുസരിച്ചിട്ട് ചേർക്കാം. ഇത് കുറച്ച് കോസ്റ്റ്ലിയാണ്. നമ്മളിതിനകത്ത് കുറച്ച് ബ്ലൂ ആണ് ചേർക്കുന്നത്. ഗ്രാനൈറ്റിന് ഇടയ്ക്ക് കുറച്ച് ബ്ലൂ ഉള്ളത് കൊണ്ടിട്ട് ആ ഒരു കളർ കോമ്പിനേഷനാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് ശരിക്കും മേടിക്കണമെങ്കിൽ ഏകദേശം ഒരു 1000 രൂപ എടുത്ത് ആ ഒരു കോമ്പൗണ്ടിന് നമ്മൾ പൈസ കൊടുക്കേണ്ടി വരും. നമ്മുടെ കൈവശം ഈ ഒരു കോമ്പൗണ്ട് ഉള്ളത് കൊണ്ടിട്ട് നമ്മൾ ആ ഒരു കളർ ചൂസ് ചെയ്യുന്നുള്ളൂ. എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ഇഷ്ടത്തിനനുസരിച്ച് കളർ ഉപയോഗിക്കുക. നന്നായിട്ട് കൃത്യമായിട്ട് മിക്സ് ചെയ്യുക. ഒരു തരിതരി പോലത്തെ ഒരു പൊടിയാണിത്. ഇനി ഇതല്ല, ഇതിനേക്കാളും നല്ല എന്തെങ്കിലും മെത്തേഡ് നിങ്ങളുടെ അറിവിലുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സജസ്റ്റ് ചെയ്യാം. ഇതാണ് നമ്മൾ ആ കൂട്ടിയ മിക്സ് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഫില്ല് ചെയ്യണേ. ഇത് ഒരു കാലത്തും പോകില്ലെന്നാണ് പറയുന്നത്. നമുക്ക് എന്തായാലും ഫില്ല് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ബാക്കിയുള്ള കാര്യം നോക്കാം, എങ്ങനെ ഉണ്ടാവും ആ ഒരു ഭംഗി എന്നുള്ളത്. ആ ഒരു കളറിങ്ങിന് എടുത്ത് നിൽക്കും. ഡിപ്പെൻസ് ആ ഒരു കളറിനെ വെച്ചിട്ട് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരും. അപ്പോൾ നമ്മുടെ വർക്ക് ഏകദേശം നല്ല ഭംഗിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആൾക്കാർ ഇത് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ അതുകൂടാതെ എന്തെങ്കിലും സജഷൻസ്, വേറെ എന്തെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ടായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിലും ഒന്ന് പറഞ്ഞാൽ ഉപകാരമായി. മറ്റുള്ളവർക്കിത് ഉപകാരപ്പെടും.